ആ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ആ ശ്രീജിത്ത് ഇന്ന് നിർണായകമായ ഇടതുമുന്നണി യോഗം ചേരുകയാണ്. അല്പസമയത്തുള്ളിൽ എനിക്കൊന്ന് ക്യാബിനറ്റ് അവസാനിക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണം. അത് തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലും CPI ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇത് യോഗത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ തീരുമാനമുണ്ടാകണമെന്നതാണ് CPIയുടെ ആഗ്രഹം. അത് നടക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ വൈകുന്നേരം 3 മണിക്ക് ഈ ഇടതുമുന്നണി യോഗമുണ്ട്. ഇതിനിടയിൽ സ്പീക്കർ ഷംസീറിൻ്റെ പ്രസ്താവനയും രംഗത്ത് വന്നിരിക്കുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് RSS എന്ന പ്രസ്താവനയോട് ഇപ്പോൾ ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം വിയോജിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നടപടികളൊന്നും ഉണ്ടാകാത്ത പക്ഷം ഇടതുമുന്നണിയിൽ ഈ വിഷയം CPI അവതരിപ്പിക്കില്ലേ? CPMന് CPIയുടെ ഈ വാദത്തെ പ്രതിരോധിക്കേണ്ടി വരില്ലേ? ഇടതുമുന്നണി യോഗത്തിൽ ചൂടേറിയ ചർച്ചകളിലേക്കാണോ പോകുന്നത്? അരുൺ, CPIയുടെ നിലപാട് നേരത്തെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ബിനോയ് വിശ്വം അറിയിച്ചിട്ടുണ്ട്. 2 തവണ ഈ ADGP വിഷയത്തിൽ CPIയുടെ നിലപാട് അറിയിക്കാനായി ബിനോയ് വിശ്വം MV ഗോവിന്ദനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സ്ഥിരീകരിക്കുന്ന വിവരം. അപ്പോൾ പാർട്ടി നിലപാട് എന്താണെന്ന കാര്യം CPI ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഈ കാര്യത്തിൽ CPIMൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി നടപടി വരേണ്ടത്. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകണം എന്ന ആവശ്യമാണ് CPIMനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും തന്നെ ഒരു തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ IAS തലപ്പത്ത് വൻതോതിലുള്ള ഇളക്ക പ്രതിഷ്ഠ മുഖ്യമന്ത്രി നടത്തി. അതിൻ്റെ ഉത്തരവുകൾ രാത്രിയോടെ പുറത്തു വന്നു. വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങൾ ഇത്രയും ഉണ്ടായിട്ടും അതിനു മുമ്പ് 3 ആഴ്ച മുമ്പും സമാനമായ ഒരു ഇളക്ക പ്രതിഷ്ഠ ഈ IPS തലത്തിൽ വന്നു. ഈ 2 തവണ ഇളക്ക പ്രതിഷ്ഠ നടന്നപ്പോഴും ADGP MR അജിത് കുമാറിന് ഒരു തരത്തിലുള്ള ചലനങ്ങളും ഉണ്ടായിട്ടില്ല, അനക്കവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പൂർണ്ണ സുരക്ഷിതനായി ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGP തസ്തികയിൽ തുടരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നണിയിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന്, CPIMൽ നിന്ന്, സർക്കാരിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു കരുതലും പരിഗണനയും ലഭിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എന്താണ് ഇതിന് കാരണം എന്നതിനെപ്പറ്റി മാത്രമാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത്. എന്തായാലും ADGPക്ക് മറ്റാർക്കും കിട്ടാത്ത ഒരു സവിശേഷമായ പരിഗണനയും കരുതലും ലഭിക്കുന്നെന്ന കാര്യം നിസ്തർക്കമായ ഒരു സംഗതിയായി സമൂഹത്തിന് മുന്നിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ CPI എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയാനുള്ളത്. എന്തായാലും LDF യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ആലോചിക്കാൻ രാവിലെ CPIയുടെ പാർട്ടി സെൻട്രലിലെ നേതാക്കന്മാരുടെ ഒരു അനൗപചാരികമായ കൂടിയാലോചന നടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹം പാർട്ടി ആസ്ഥാനത്തെത്തി അവിടെയുള്ള നേതാക്കളുമായി സംസാരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും കർശനമായൊരു നിലപാടിലേക്ക് CPI പോകുമെന്ന കാര്യം ഉറപ്പാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഇപ്പോൾ നടത്തിയ പ്രതികരണം. മാത്രമല്ല, സ്പീക്കറുടെ RSSനെ പുകഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയെ എതിർക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ADGPയുടെ കാര്യത്തിൽ ചിറ്റയം ഗോപകുമാർ നടത്തിയ പ്രതികരണമാണ് ആ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഗൗരവമായത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കാണാൻ പോയത് എന്നാണ് ചിറ്റയം ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാക്കളടക്കം ഉന്നയിക്കുന്ന ചോദ്യവുമായി ഒരു പാരസ്പര്യമുണ്ട്, ഒരു സമാനതയുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ആക്ഷേപത്തെ CPI കൂടി വിശ്വാസത്തിലെടുക്കുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ വിശ്വാസത്തിലെടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.